പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൽ നമ്മുടെ വിശ്വാസം വളരാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഈ ശുശ്രൂഷയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഈശോ നമുക്ക് തന്ന ഈ അമൂല്യമായ ജീവിതം ഈശോയെ തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് കൂടുതൽ സ്നേഹത്തോടെ, വിശ്വാസത്തോടെ, ധൈര്യത്തോടെയൊക്കെ ജീവിക്കാൻ ഈ ശുശ്രൂഷ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം തേടിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് അടക്കാം. ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് തന്നെ സഭയോട് ചേർന്ന്, സഭയുടെ പഠനങ്ങളോടൊക്കെ ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ വിശ്വാസം, ഈശോയിലുള്ള വിശ്വാസത്തെ കൂടുതലൊന്ന് ആഴപ്പെടാൻ വേണ്ടി നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവും, നമ്മുടെ ജീവിതത്തിൽ ഈശോ ചെയ്ത പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും വിശകലനം ചെയ്യുകയും നമ്മുടെ ലൈഫിനോടൊക്കെ ചേർത്ത് ചിന്തിക്കാനൊക്കെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ മാത്രമാണ് ഈ കുറച്ച് എപ്പിസോഡുകൾ പറഞ്ഞു തരാൻ വേണ്ടി ശ്രമിക്കുക. അതിനുശേഷം ശരിക്കും നമ്മുടെ വിശ്വാസ പ്രമാണത്തിൻ്റെ ഓരോ ഭാഗങ്ങളും ആഴത്തിലേക്ക് ഇറങ്ങി, വളരെ പ്രത്യേകിച്ച് ഈശോയുമായി ബന്ധപ്പെട്ട ഈശോയുടെ ജനനം, ഈശോയുടെ മരണം, ഈശോയുടെ ഉദ്ധാനം, ഈശോ നമുക്ക് വേണ്ടി ചെയ്ത ഏറ്റവും വലിയ കാര്യങ്ങൾ, ആ ഈശോയുടെ പ്രത്യേകത, ഈശോയുടെ ഡിവിനിറ്റി, ഏറ്റവും പ്രധാനപ്പെട്ട സീരിയസ് ആയ സബ്ജക്റ്റുകളിലേക്കൊക്കെ നമുക്കിനി വരേണ്ടതുണ്ട്. നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. ഈ ഒരു ശുശ്രൂഷ ഷാലോം ടി വിയിലൂടെ നമ്മളിലേക്ക് എത്തുന്ന ഈ ശുശ്രൂഷ കൂടുതൽ അനുഗ്രഹമായി, ഒരു എപ്പിസോഡ് പോലും മിസ്സാവാതെ എല്ലാം പഠിച്ചെടുക്കാനും പഠനം വഴി അറിവല്ല, ഈശോയിലുള്ള ആ ജ്ഞാനം വളർന്ന് സ്നേഹത്തിൽ, ഈശോയുടെ ബന്ധത്തിൽ വളരാൻ വേണ്ടിയിട്ട് നമുക്ക് പരിശ്രമിക്കണം. നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഈശോ നമുക്ക് വേണ്ടി സ്വന്തം ജീവൻ ബലി കഴിച്ച് രക്തം ചിന്തി നമ്മളെ രക്ഷിച്ചെടുത്തതിനെക്കുറിച്ചാണ്. ആ ഒരു ബോധ്യവുമായി ബന്ധപ്പെട്ട് തന്നെ കർത്താവ് നമുക്ക് തന്ന ആ ഒരു അമൂല്യമായ ജീവിതം, മക്കളെന്ന ഒരു അന്തസ്സ്, സ്റ്റാറ്റസ്, സ്വാതന്ത്ര്യം, അതിലൂടെയൊക്കെ കർത്താവ് നമുക്ക് തന്ന അവകാശവും അമൂല്യമായ ഒരു ജീവിതത്തെക്കുറിച്ചൊക്കെ ആയിരുന്നു നമ്മൾ ചിന്തിച്ചത്. ആ ഒരു കാര്യത്തെ കുറച്ചുകൂടെ ഒന്ന് ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിൽ വീണ്ടും പൗലോസ്ലിഹായിലൂടെ തന്നെ ഈശോ നമ്മളോട് പറഞ്ഞിരുന്ന വചനം നമുക്ക് പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് വിശുദ്ധ ഗ്രന്ഥം തുറന്ന് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ അതിൻ്റെ 1-ാമത്തെ അധ്യായം അതിൻ്റെ 3 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് ധ്യാനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം. വചനം ഇങ്ങനെയാണ്: സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവനും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവുമായ ദൈവം സ്തുതിക്കപ്പെടട്ടെ. 4-ാം വാക്യം ശ്രദ്ധിച്ച് കേൾക്കുക. തൻ്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധനും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. ഇന്നത്തെ ഒരു വാക്ക് വളരെ പ്രാധാന്യത്തോടെ കൂടി ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടു. ഉടമ്പടിയെക്കുറിച്ചൊക്കെ നമ്മൾ ധ്യാനിച്ചിരുന്നു, വീണ്ടെടുപ്പിനെ കുറിച്ചൊക്കെ നമ്മൾ ധ്യാനിച്ചിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്ക് പൗലോസ്ലിഹായിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് പറഞ്ഞു തരികയാണ്: തെരഞ്ഞെടുത്തു. യു ആർ ചോസൺ. ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ. വി ആർ ചോസൺ ഇൻ ക്രൈസ്റ്റ്. ലോകത്തിൽ നിന്ന് കർത്താവിൻ്റെ സ്വന്തമാകാൻ വേണ്ടി പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. പഴയ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മളെ ചിന്തിക്കുകയാണ്. ലോകം മുഴുവനെയും രക്ഷയുടെ സദ്വാർത്ത അറിയിക്കാൻ വേണ്ടി ദൈവം ഒരു ഗ്രൂപ്പിനെ, ഒരു ദേശത്തെ, ഒരു വ്യക്തികളെ തിരഞ്ഞെടുക്കുകയാണ്. ഇസ്രായേലിനെ തിരഞ്ഞെടുക്കുകയാണ്. എന്തിന്? തൻ്റെ രക്ഷാകര പദ്ധതി ഇവരിലൂടെ ലോകം മുഴുവനിലേക്കും പൂർത്തീകരിക്കാൻ വേണ്ടി. ഇതേപോലെ തന്നെയാണ് ഈശോ നമ്മളെ തിരഞ്ഞെടുക്കുന്നത്, നമ്മളെ വീണ്ടെടുക്കുന്നത്, നമ്മളോട്ട് ഉടമ്പടി ചെയ്യുന്നത്. നിന്നിലൂടെ നിൻ്റെ കുടുംബത്തെ, നിൻ്റെ കമ്മ്യൂണിറ്റിയെ, നീ ആയിരിക്കുന്ന ദേശത്തെ, നിന്നോട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന എല്ലാവരെയും നിന്നിലൂടെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി ഈശോ നിന്നെ തിരഞ്ഞെടുക്കുന്നു. ചോസൺ ഇൻ ക്രൈസ്റ്റ്. കർത്താവിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. പൗലോസ്ലിഹായിലൂടെ പരിശുദ്ധാത്മാവ് വീണ്ടും പറഞ്ഞിരുന്നൊരു കാര്യമാണ്. 5-ാമത്തെ വാക്യം: യേശുക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്ന് അവിടുന്ന് തൻ്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു. തിരഞ്ഞെടുക്കപ്പെട്ടത് എങ്ങനെയാണ്? ദാസന്മാരായിട്ടോ ശിഷ്യന്മാരായിട്ടോ ഒന്നുമല്ല. അതിനേക്കാളൊക്കെ മുകളിൽ മക്കളായിട്ട് കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തു. ഇപ്പോൾ ലോകത്തിന് മുമ്പിൽ ഒരു സുവിശേഷം പ്രഘോഷിക്കാൻ, ലോകത്തിന് മുമ്പിൽ നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കാൻ വേണ്ടി ഈശോ നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എങ്ങനെയാണ്? മക്കളെന്ന ഒരു അന്തസ്സിലേക്കാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ചിന്തിച്ചൊരു കാര്യത്തെ ഒന്ന് കൺക്ലൂഡ് ചെയ്യേണ്ടത് അവിടെ വെച്ചാണ്. എന്നെ മകനായി തിരഞ്ഞെടുത്തത്, വില കൊടുത്ത് വീണ്ടെടുത്തത്, എൻ്റെ വിശ്വാസം ഈശോ പരിപോഷിപ്പിച്ച് തരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഞാൻ ഈശോയുടെ മകനായി, മകളായി നിന്നുകൊണ്ട് ഈ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുക. ഞാൻ പഠിച്ചതനുസരിച്ച്, എൻ്റെ ഓർമ്മശക്തി അനുസരിച്ച് ഞാൻ സുവിശേഷം പ്രഘോഷിക്കുകയല്ല. ഞാൻ മകനാണ്, മകളാണെന്നുള്ള അന്തസ്സിൽ, അവകാശത്തിൽ നിന്നുകൊണ്ട് സുവിശേഷം പ്രഘോഷിക്കുക. എഫേസ്യർക്ക് ലേഖനത്തിൽ ഈ 1-ാമത്തെ അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്, ആ തിരഞ്ഞെടുപ്പും ആ ഒരു അവകാശവും ഒക്കെ തന്നത് ക്രിസ്തു നമ്മളെ തൻ്റെ രക്തം ചിന്തി തന്നെയാണ് ആ ഒരു അവകാശത്തിലേക്ക് ഉടമ്പടി ഒപ്പിട്ട് ഉറപ്പിച്ചതെന്ന് പൗലോസ്ലിഹാ പറയുന്നുണ്ട്. 1-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 7-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. അവൻ തൻ്റെ രക്തമൊഴുക്കി ആ രക്ഷ നമുക്ക് പ്രദാനം ചെയ്തത്
നമ്മളെ സ്വന്തമാക്കാൻ വേണ്ടി, മക്കളാക്കാൻ വേണ്ടിയിട്ടാണെന്ന് വീണ്ടും നമ്മളെ ഈ ലേഖനങ്ങൾ, എഴുത്തുകൾ, വചനത്തിൻ്റെ ഓരോ കാര്യങ്ങളും നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. വീണ്ടും ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ 9-ാമത്തെ അധ്യായം അവസാനിക്കുമ്പോൾ അതിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുക, അതിനുശേഷം വിധി എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ക്രിസ്തുവും വളരെ പേരുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രാവശ്യം അർപ്പിക്കപ്പെട്ടു. അവൻ വീണ്ടും വരും, പാപപരിഹാരാർത്ഥമല്ല, തന്നെ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി. ഇപ്പോൾ രണ്ട് തരത്തിൽ ആ രക്ഷയെക്കുറിച്ച് പറയുകയാണ്. ഒന്ന്, നമ്മളെ പാപങ്ങളിൽ നിന്ന് തൻ്റെ ശരീരം ബലിയായി അർപ്പിച്ച് രക്തം ചിന്തി. ഈ 9-ാമത്തെ അധ്യായത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ കുഞ്ഞാടിൻ്റെയോ കോലാടിൻ്റെ രക്തം കൊണ്ടല്ല, സ്വന്തം രക്തം ചിന്തിയാണ് ആ രക്ഷ സാധ്യമാക്കിയത്. ആ റെഡീമിങ്, മോചനദ്രവ്യം സ്വന്തം രക്തമായിരുന്നു, ശരീരമായിരുന്നു. ഇനിയും അവൻ വീണ്ടും രക്ഷിക്കാൻ വരും. ഇനിയും അവൻ വീണ്ടും തിരഞ്ഞെടുക്കും. ഇനിയും അവൻ വീണ്ടും സ്നേഹിക്കും. ആരെ? തന്നെ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്നവർക്ക് വേണ്ടി. അതാരാണ്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു ശുശ്രൂഷയൊക്കെ കൂടി കർത്താവിൻ്റെ വചനമൊക്കെ പഠിച്ച് ഈശോയിലുള്ള വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന നമ്മുടെ ഉള്ളിലൊരു ആകാംക്ഷ ഉണ്ടല്ലോ, ഈശോയെ കൂടുതൽ അറിയാൻ, സ്നേഹിക്കാൻ, ഈശോയുടെ സ്വന്തമാകാൻ. തന്നെ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്നവരെ രക്ഷിക്കാൻ വേണ്ടി അവൻ വരുമെന്നാണ് പറയുക. ഓരോ ദിവസവും ഈ രക്ഷ നമ്മൾ അനുഭവിച്ചറിയണം. ഓരോ ദിവസവും ഈശോ എനിക്ക് വേണ്ടി രക്തം ചിന്തിയതും ബലിയർപ്പിച്ചതും എല്ലാം ഓർത്ത് ജീവിക്കണം. കുഞ്ഞു ജീവിതം അല്ല, കർത്താവ് വില കൊടുത്തൊരു ജീവിതമാണെന്നുള്ള ബോധ്യത്തിൽ ജീവിക്കണം. അതുകൊണ്ടാണ് പൗലോസ്ലീഹയൊക്കെ തൻ്റെ സുവിശേഷ ജീവിതത്തിൻ്റെ ഏറ്റവും ആഴങ്ങളിൽ നിൽക്കുമ്പോൾ, ഏറ്റവും നല്ല ലെവലിലൊക്കെ നിൽക്കുന്ന സമയത്ത് പറയുന്നത്, എനിക്കിനി നിങ്ങളോട് വേറെ ഒന്നും പറഞ്ഞു തരാനില്ല. 1 കൊരിന്ത്യർ 2:2 പറയില്ലേ, അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഇനി സംസാരിക്കാനുള്ളത് ക്രൂശിതനായ ക്രിസ്തുവിനെ കുറിച്ചാണെന്നാണ് പൗലോസ്ലീഹ പറയുക. വേറെ ഒന്നുമല്ല, ഈശോ ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ചല്ല പൗലോസ്ലീഹ പറയാം. ഈ പൗലോസ്ലീഹ കൃത്യമായിട്ട് അറിയാം. ഈശോ പഠിപ്പിച്ച കാര്യങ്ങളെക്കുറിച്ച് പോലും അല്ല പൗലോസ്ലീഹ പറയുക. ഈശോ പറഞ്ഞു കൊടുത്ത ഉപമകളെക്കുറിച്ചുമല്ല പൗലോസ്ലീഹ പറയുക. ഈ ഉപമകൾ കൊണ്ടോ ഈ അത്ഭുതങ്ങൾ കണ്ടോ അല്ല നിങ്ങൾ വിശ്വസിക്കേണ്ടത്. നിങ്ങളുടെ വിശ്വാസത്തിന് അടിസ്ഥാനമായിട്ട് നിൽക്കേണ്ടത് ഒറ്റ കാര്യമാണ്, ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ സുവിശേഷം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ലോകത്തിന് ചിലപ്പോൾ അത് കേൾക്കാൻ താല്പര്യം ഉണ്ടാവില്ല. സഹനത്തിൻ്റെ ഒരു സുവിശേഷം, സഹനത്തെ അതിജീവിക്കുന്നൊരു സുവിശേഷം, സഹനത്തിൽ ഈശോയോടൊപ്പം ചേർന്ന് നിൽക്കുന്നതിൻ്റെ, വില കൊടുക്കുന്നതിൻ്റെ ഒരു സുവിശേഷം ചിലപ്പോൾ ലോകത്തിന് ദഹിക്കുന്നുണ്ടാവില്ല. പക്ഷേ യഥാർത്ഥ ദൈവമക്കൾ, യഥാർത്ഥ ദൈവവിശ്വാസികൾ ഏറ്റെടുക്കേണ്ട സുവിശേഷം, പ്രഘോഷിക്കേണ്ട സുവിശേഷം, അറിഞ്ഞിരിക്കേണ്ട, മുറുകെ പിടിക്കേണ്ട ഒരു സുവിശേഷം ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിൻ്റെ, മരണത്തിൻ്റെ, ഉദ്ധാനത്തിൻ്റെ, കുരിശിൻ്റെ സുവിശേഷം കൂടിയാണ്. കാരണം രക്ഷ സാധ്യമായത് ഈ കുരിശിലൂടെയാണ്. രക്ഷ സാധ്യമായത് ഈ പീഡാസഹനത്തിലൂടെയാണ്. രക്തം ചിന്തിയതും ശരീരം ബലിയായി അർപ്പിച്ച് എന്നെയും നിങ്ങളെ വീണ്ടെടുത്തതും ഈ ഒരു പീഡാസഹനത്തിലൂടെയാണ്. ക്രിസ്തു തൻ്റെ പീഡകളിലൂടെ, കുരിശിലൂടെ നമ്മളെ വീണ്ടെടുത്തു. ഇത് നമ്മുടെ വിശ്വാസത്തിന് അടിസ്ഥാനമായിട്ട് നിൽക്കണം എന്നാണ് പൗലോസ്ലീഹ പറയുക. ഈശോ ചെയ്ത അത്ഭുതങ്ങളല്ല, ഈശോ പറഞ്ഞ ഉപമകളല്ല. എന്തോ സംഭവിക്കുക, നമുക്കിങ്ങനെ ഒരു ടെംപ്റ്റേഷൻ ഉണ്ടാകാം എപ്പോഴും. ഈശോയെ ഒരു നല്ല ടീച്ചറായിട്ട്, ഒരു കഥ പറച്ചിലുകാരനൊക്കെ ആയിട്ടൊക്കെ കാണാനുള്ള ടെംപ്റ്റേഷൻ നമുക്കില്ലേ? ഉപമകൾ കേട്ട് ഈശോയിലേക്ക് വിശ്വാസം വരികയല്ല. ഈശോ തന്ന ഉപദേശങ്ങൾ കേട്ട് പോലും, അച്ഛനത് പറയുമ്പോൾ അതിനെ തെറ്റിദ്ധരിക്കരുത്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് അതിനെ മനസ്സിലാക്കുക. ഈശോ പറഞ്ഞ ഉപമകളായിരിക്കരുത് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. ഈശോ തന്ന ഉപദേശങ്ങളായിരിക്കരുത് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. ഈശോ തന്ന രക്ഷ ആയിരിക്കണം നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. കാരണം എന്താണെന്നറിയോ, ഉപമകൾ കേട്ടാണ് നമ്മൾ വിശ്വാസത്തിലേക്ക് വന്നതെങ്കിൽ നാളെ ഒരു ബെറ്റർ സ്റ്റോറി കേൾക്കുമ്പോൾ നമ്മൾ അയാളെ ഫോളോ ചെയ്യാൻ വേണ്ടി പോകും. ഈശോ പറഞ്ഞ കഥയേക്കാൾ നല്ല കഥകൾ ചിലപ്പോൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവില്ലേ? ഈശോ പറഞ്ഞ വചനത്തെ താഴ്ത്തുകയല്ല, ഒരിക്കലും താഴ്ത്തുകയല്ല. പക്ഷേ ഈശോ പറഞ്ഞതിനേക്കാളും വലിയ കഥകൾ, സൂപ്പർ ബെസ്റ്റ് സെല്ലറായ കഥകൾ നിങ്ങൾ കേട്ടിട്ടില്ലേ, വായിച്ചിട്ടില്ലേ? അപകടമുണ്ട്, പ്രലോഭനം. കുറച്ചുകൂടെ നല്ല കഥ പറയുന്ന, കുറച്ചുകൂടെ നന്നായിട്ട് ഉപദേശിക്കുന്ന, കുറച്ചുകൂടെ സാരോപദേശങ്ങൾ നൽകുന്ന ഒരു ലീഡറിൻ്റെ പിന്നാലെ പോകാൻ ചിലപ്പോൾ നമുക്ക് പ്രലോഭനം വരും. എങ്ങനെ? ഉപമകൾ, ഈശോ പറഞ്ഞ ഉപമകൾ കേട്ടിട്ടാണ് നിങ്ങൾ വിശ്വാസത്തിലേക്ക് വളർന്നതെങ്കിൽ ഒരു ബെറ്റർ ഉപമ, ബെറ്റർ കഥ കേൾക്കുന്ന സമയത്ത് ആ മറ്റു വ്യക്തികളുടെ കൂടെ, മറ്റ് ലീഡേഴ്സിൻ്റെ പുറകെ പോകാൻ വേണ്ടിയിട്ട് ഒരു പ്രലോഭനം വരും. അപ്പുറത്തെ സൈഡിൽ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് ചിന്തിക്കണം. ഈശോ ചെയ്ത അത്ഭുതങ്ങളുടെ പേരിലാണ് നിങ്ങളുടെ വിശ്വാസമെങ്കിൽ അവിടെയും ഒരു അപകടമുണ്ട്. അതന്ന് ഗോസ്പൽസിൽ, സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അത്ഭുതങ്ങൾ മാത്രമല്ല, ഇപ്പോഴും എൻ്റെയോ നിങ്ങളുടെയോ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ഈശോ ചെയ്ത അത്ഭുതങ്ങളാണെങ്കിൽ, ഈശോ അത്ഭുതം പ്രവർത്തിക്കുന്നവനാണ്, അതുകൊണ്ട് ഞാൻ ഈശോയെ വിശ്വസിക്കുന്നുവെന്നാണെങ്കിൽ, നാളെ അത്ഭുതങ്ങൾ കണ്ടില്ലെങ്കിൽ ഈ വിശ്വാസം തകർന്നു പോയേക്കാം. ഇല്ലെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് അത്ഭുതം നടക്കുന്ന ഇടങ്ങളിലേക്ക്, വ്യക്തികളിലേക്ക്, ആചാരങ്ങളിലേക്ക്, അനുഷ്ഠാനങ്ങളിലേക്ക്, അന്ധവിശ്വാസങ്ങളിലേക്ക് പോയി യഥാർത്ഥ വിശ്വാസം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയേക്കാം. അതുകൊണ്ട് ഒരിക്കലും ഈശോയുടെ കഥകളോ, ഈശോ പറഞ്ഞ ഉപമകളോ, ഈശോ ചെയ്ത അത്ഭുതങ്ങളോ പോലും ആയിരിക്കരുത് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. പകരം പൗലോസ്ലീഹ പറഞ്ഞ പോലെ അവൻ്റെ കുരിശ്, അവൻ്റെ പീഡാസഹനം, അവൻ നിനക്ക് വേണ്ടി നേടിത്തന്ന ഈ രക്ഷയായിരിക്കണം നിൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. മറ്റൊന്നിനെക്കുറിച്ചും നിങ്ങൾ അറിയേണ്ടതില്ല, ക്രൂശിതനായ ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ.
പൗലോസ്ലീഹ ഏതെങ്കിലും കഥ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈശോ ഇങ്ങനെ ഒരു ഉപമ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട്, ഈശോ ഇങ്ങനെ ഒരു അത്ഭുതം പ്രവർത്തിച്ചിട്ടില്ലേ എന്നും പറഞ്ഞുകൊണ്ടല്ല പൗലോസ്ലീഹയുടെ സുവിശേഷ ജീവിതം നടക്കുന്നത്. അവനല്ലാതെ മറ്റൊരു രക്ഷകനില്ല, യഥാർത്ഥ ദൈവമാണ്, നമുക്കൊരു ദൈവമേ ഉള്ളൂ, നമുക്കൊരു രക്ഷകനേ ഉള്ളൂ എന്ന് പറഞ്ഞ് ക്രിസ്തു ആയിരുന്നു രക്ഷിക്കാൻ നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന ക്രിസ്തുവിനെക്കുറിച്ച് മാത്രമാണ് പൗലോസ്ലീഹ തൻ്റെ സുവിശേഷ ജീവിതത്തിൽ പ്രസംഗിച്ചത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ഇതായിരിക്കണം. ഈശോയുടെ പീഡാസഹനം, ഈശോ നമുക്ക് വേണ്ടി തന്ന രക്ഷ. ഈശോയുടെ ആ പീഡാസഹനത്തെക്കുറിച്ചൊക്കെ കൂടുതൽ ധ്യാനിക്കുമ്പോഴാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതവുമായിട്ടൊക്കെ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന അനുദിന സഹനങ്ങൾ, ഇപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു വേദനയോടെ നമ്മൾ കടന്നു പോവാണ്. ചിലപ്പം ഒരാളുടെ ഉപദേശം നമ്മളെ സഹായിച്ചേക്കാം, അല്ലേ? ഒരാൾ തരുന്നൊരു മോട്ടിവേഷൻ നമ്മളെ കുറച്ച് നേരത്തേക്ക് ബലപ്പെടുത്തിയേക്കാം. ഇല്ലേ, നിങ്ങൾ ഒരാളുടെ അടുത്ത് പോയി പ്രാർത്ഥിച്ചു, ഇല്ലെങ്കിൽ ഒരു സഹായം തേടിപ്പോയി, അയാൾ പ്രാർത്ഥിച്ചൊരു, ഇല്ലെങ്കിൽ അയാൾ സഹായിച്ചൊരു വലിയ അത്ഭുതം നിങ്ങളുടെ മുമ്പിൽ സംഭവിച്ചേക്കാം. പക്ഷേ അത് നമ്മുടെ വിശ്വാസത്തെ വളർത്തിയെടുക്കുമെന്നല്ലല്ലോ ചെയ്യുന്നത്. നമ്മുടെ സഹന ജീവിതത്തെ മാറ്റുകയല്ലല്ലോ ചെയ്യുന്നത്. വീണ്ടും സഹനങ്ങൾ വരും, വീണ്ടും നമ്മൾ വഴി തെറ്റി പലയിടങ്ങളിലേക്കൊക്കെ പോകേണ്ടി വരും. നമ്മൾ ഈ സഹനങ്ങളിൽ, ഈ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നത് ഈശോയുടെ കൂടെ ഈ സഹനത്തെ ഏറ്റെടുക്കുന്ന ഒരു സമയത്താണ്. സഹനങ്ങൾ വരാം, പീഡകൾ വരാം, പക്ഷെ ആ പീഡകളിൽ ഈശോയിലുള്ള വിശ്വാസത്തിൽ നിന്നാൽ ഈ പീഡകളോട് ചേർന്ന് തന്നെ ഈശോയെ അനുഭവിക്കാൻ നമുക്ക് സാധിക്കും. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുക: ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല, അവന് വേണ്ടി പീഡകൾ സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. എന്നുവെച്ചാൽ നോക്ക്, ഈശോയിൽ വിശ്വസിക്കുന്നതിൻ്റെ കൂടെ പൗലോസ്ലീഹ പറയാണ് ഈശോയുടെ കൂടെ പീഡ അനുഭവിക്കുന്നതിനെ കുറിച്ച്. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 8-ാമത്തെ അധ്യായം 17-18 വാക്യങ്ങൾ ഇങ്ങനെ പൗലോസ്ലീഹ പറഞ്ഞു തരുന്നില്ലേ: ഒരിക്കൽ അവനോട് കൂടെ മഹത്വം അനുഭവിക്കേണ്ടതിന് ഇപ്പോൾ അവനോട് കൂടെ നമ്മൾ പീഡകൾ അനുഭവിക്കുന്നു. നമ്മുടെ ലൈഫിൽ ഡെയിലി സംഭവിക്കുന്നത് കൂടുതൽ അത്ഭുതങ്ങളല്ല, കൂടുതൽ സഹനങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ അത് ആരുടെ കൂടെ സഹിക്കാൻ പൗലോസ്ലീഹ പറയാണ്? നീ ആരിലാണോ വിശ്വസിച്ചേക്കുന്നത് ആ ഈശോയോട് കൂടെ ഈ പീഡാസഹനങ്ങളെ നീ ഏറ്റെടുക്കുക. ഫിലിപ്പി 1:29 ഒന്നുകൂടെ കേൾക്കണം: ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല, അവന് വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം. അവന് വേണ്ടി സഹിക്കാന്ന് വെച്ചാൽ എന്താ? ഈശോ നിനക്ക് വേണ്ടി ചില പീഡാസഹനങ്ങൾ ഏറ്റെടുത്തു. അങ്ങനെയെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ വരുന്ന അനുദിന സഹനങ്ങളെ ഈശോയ്ക്ക് വേണ്ടി, ഈശോയിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടി, വിശ്വാസം വളരാൻ വേണ്ടി നീ ഏറ്റെടുക്കുക എന്ന് പൗലോസ്ലീഹ പറയാണ്. ശരിക്കും നമുക്ക് ഈശോയുമായിട്ടൊക്കെ ഒന്ന് ഐക്യപ്പെടാനേ ഏറ്റവും കൂടുതൽ പറ്റുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ സഹനങ്ങളിലാണ്. ഈശോ നമ്മളെ വീണ്ടെടുത്ത് മക്കളെന്ന ഒരു അവകാശത്തിലേക്ക് ഉയർത്തി ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളാക്കി മാറ്റി ഈശോയെപ്പോലാക്കി തീർക്കാൻ വേണ്ടി ഈശോ നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വന്നു. നമ്മുടെ ഒരു ലൈഫ് സിറ്റുവേഷൻ ഒന്ന് ചിന്തിച്ചാൽ മതി. എപ്പോഴാണ് എനിക്ക് ശരിക്കും ഈശോയെ പോലെ ആയിത്തീരാൻ പറ്റുന്നത്? ഈശോയെ പോലെ കഥകൾ പറയാൻ പറ്റുമ്പോഴാണോ? ഈശോയെ പോലെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ പറ്റുമ്പോഴാണോ? നമ്മളെക്കൊണ്ട് പറ്റുന്നില്ല. 5 അപ്പം 5000 പേർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. നമുക്കുള്ള 5 അപ്പം തിന്നു തീർക്കാൻ പോലും നമുക്ക് പറ്റുന്നില്ല. കുഷ്ഠരോഗിയെ സൗഖ്യപ്പെടുത്താൻ നിങ്ങളെക്കൊണ്ട് പറ്റുന്നില്ല. കടലിന് മീതെ നടക്കാൻ പറ്റുന്നില്ല. ക്രിസ്തുവായിട്ട് നിങ്ങൾക്ക് ഐക്യപ്പെടാൻ, ക്രിസ്തുവായിട്ട് നിങ്ങൾക്ക് ഒന്നായി തീരാൻ, ക്രിസ്തുവിനെ പോലെയൊക്കെ എനിക്കും നിങ്ങൾക്കൊക്കെ ആയിത്തീരാൻ പറ്റുന്നത് ഈ കഥ പറയുമ്പോഴോ അത്ഭുതങ്ങൾ നടത്തുമ്പോഴോ അല്ല. അതൊന്നും നമ്മളെക്കൊണ്ട് പറ്റുന്നുണ്ടാവില്ല. ഒറ്റ കാര്യത്തിൽ നമുക്ക് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കാൻ പറ്റും. എവിടെയാണ്? പീഡകളിൽ. കാരണം അവൻ സഹിച്ചു, നമ്മളും സഹിക്കുന്നുണ്ട്. അവൻ സഹിച്ച പീഡകൾ രക്ഷാദായകമായെങ്കിൽ നമ്മൾ സഹിക്കുന്ന നമ്മുടെ പീഡകളും ഈശോയോട് ചേർന്ന് സഹിക്കാൻ തയ്യാറായാൽ ഈ സഹനങ്ങളും നമുക്ക് രക്ഷാദായകമാക്കി മാറ്റാൻ വേണ്ടി പറ്റും. മറ്റൊന്നിൽ നമുക്ക് ക്രിസ്തുവുമായി, ഈശോയുമായിട്ട് താതാമ്യപ്പെടാൻ പറ്റുന്നില്ല. യു ആർ നോട്ട് ലൈക്ക് ഹിം. ക്രിസ്തുവിനെ പോലല്ല. പക്ഷേ ക്രിസ്തു പീഡകൾ സഹിച്ചെങ്കിൽ എൻ്റെ പീഡകളിൽ ഞാൻ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ, ആ പീഡകൾ ക്രിസ്തുവിനോട് കൂടെ താതാമ്യപ്പെടുമ്പോൾ ഈ പീഡകളെ, ഈ വേദനകളെ, ഈ സഹനങ്ങളെ എനിക്ക് രക്ഷാദായകമാക്കി മാറ്റാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് പൗലോസ്ലീഹ നമ്മളെ എൻകറേജ് ചെയ്യുക, അവനോട് കൂടെ സഹിക്കുക. ഒറ്റയ്ക്ക് ഈ കുരിശെടുക്കരുത്, അവനോട് കൂടെ ഈ സഹനങ്ങൾ ഏറ്റെടുക്കുക. കൊളോസ്സർക്ക് ലേഖനം 1-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നില്ലേ, 1-2 അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ, ക്രിസ്തുവിൻ്റെ പീഡകളെക്കുറിച്ചൊക്കെ വായിക്കുമ്പോൾ പൗലോസ് എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്: ഈശോ സഹിച്ചതിൻ്റെ കുറവ് ഞാൻ എൻ്റെ ശരീരത്തിൽ ഏറ്റെടുക്കുന്നു. നമുക്ക് ഈശോ സഹിച്ചതിന് കുറവൊന്നുമില്ല. ഈശോയുടെ പീഡാസഹനം ചെറുതൊന്നും ആയിരുന്നില്ല. പക്ഷെ പൗലോസ്ലീഹ പറയാണ്, ഇപ്പം എനിക്കുണ്ടാവുന്ന പീഡകൾ ഞാൻ ക്രിസ്തുവിനോട് കൂടെ ഏറ്റെടുക്കുമ്പോൾ ക്രിസ്തു സഹിച്ചതിനോട് ചേർത്ത് അതിൻ്റെ കുറവുകൾ പോലും ഞാൻ നികത്തുകയാണെന്നൊക്കെ പറയാം. എന്തൊരു ആത്മവിശ്വാസത്തോടെ പൗലോസ്ലീഹ എത്ര ഈശോയോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൗലോസ്ലീഹ ചിന്തിച്ചതിനോട്, പൗലോസ്ലീഹ പറഞ്ഞു തന്നതിനോട് ചേർത്ത് മാത്രമല്ല,
നമ്മുടെ ജീവിതത്തിലെ ഈ അനുദിന സഹനങ്ങളിൽ ക്രിസ്തുവിനോട് കൂടെ ഇതിനെ ഏറ്റെടുക്കുമ്പോഴാണ് ഈശോ നമുക്ക് പഠിപ്പിച്ചു തരും എങ്ങനെ സഹനത്തെ അതിജീവിക്കണം. നമുക്ക് ഈശോയുടെ പീഡാസഹനത്തെക്കുറിച്ചൊക്കെ ധ്യാനിക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ വലിയ നോമ്പിൻ്റെ ദിവസങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും കുരിശിൻ്റെ വഴിയൊക്കെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ കാണുന്നുണ്ട്, ഈശോ ഈ കുരിശൊക്കെ ഏറ്റെടുത്ത് നടക്കുന്നതിന് മുമ്പ് തന്നെ വലിയൊരു സഹനത്തിൻ്റെ ഒരു രാത്രിയുണ്ട്, അല്ലേ? ഗത്സമൻ്റെ രാത്രി. മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിൽ എൻ്റെ 36 മുതൽ 46 വരെയുള്ള വാക്യങ്ങളൊക്കെ ഈശോ സഹനത്തെ എങ്ങനെ കണ്ടു, എങ്ങനെ അതിജീവിച്ചു എന്നൊക്കെ നമ്മുടെ മുമ്പിൽ പഠിപ്പിച്ചു തരുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഒരു നോർമൽ മനുഷ്യനെ പോലെ, നമ്മളെയൊക്കെ പോലെ തന്നെ ഈശോ ഒരു ടെൻഷൻ വരുമ്പോൾ, അതായത് പിറ്റേ ദിവസം വരാനിരിക്കുന്ന സഹനത്തെ തലേ ദിവസം ഏറ്റെടുക്കുന്ന ഒരു മനുഷ്യൻ, ഒരു വ്യക്തി കടന്നു പോകുന്ന അതേ സങ്കടങ്ങളിലൂടെ ഈശോ കടന്നുപോയി ഒരു രാത്രിയിൽ ഉറക്കം നഷ്ടപ്പെടുന്നുണ്ട്. ഗത്സമൻ്റെ രാത്രിയിൽ ഉറങ്ങേണ്ട ഒരു സമയത്ത് തോട്ടത്തിൽ പോയിരിക്കുന്നുണ്ട്. ചുമ്മാ തോട്ടത്തിൽ പോയിരുന്ന് നക്ഷത്രം എണ്ണിക്കൊണ്ടിരിക്കുകയല്ല, വേദനകളെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്, രക്തത്തുള്ളികളെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. വിയർപ്പ് കണങ്ങൾ പോലെ രക്തത്തുള്ളികൾ വന്നു നമ്മൾ വായിക്കുക. ഈശോ ടെൻഷൻ അടിച്ച് കാണാം. അവനവിടെ പോയി വ്യാകുലപ്പെട്ടു, ദുഃഖിക്കാൻ തുടങ്ങി, മരണത്തോളം ദുഃഖിക്കാൻ തുടങ്ങി എന്നൊക്കെ നമ്മൾ വായിക്കുന്നില്ലേ? അംഗം വെട്ടിയുള്ളൊരു പ്രാർത്ഥനയൊക്കെ അവിടെ നടക്കുന്നില്ലേ? മുട്ടിന്മേൽ നിന്ന് നടന്ന്, പാറമേൽ വീണ്, കിടന്ന് ഒക്കെ ഈശോ പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മളെപ്പോലെ. എന്നുവെച്ചാൽ ഈ പറഞ്ഞു വരുന്ന കാര്യം, ഈശോയോട് കൂടെ, പൗലോസിലെ പറഞ്ഞ പോലെ ഈശോയോട് കൂടെ ഈ പീഡാസഹനങ്ങളെ നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറായാൽ ഈ പീഡാസഹനങ്ങളെ എങ്ങനെ അതിജീവിക്കണം എന്ന് ഈശോ പറയും. ചിലപ്പോൾ നമ്മളും ഇങ്ങനെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കാം, ടെൻഷൻ അടിച്ച് പ്രാർത്ഥിച്ചേക്കാം. കൂട്ടുകാരൊക്കെ അവിടെ ഉണ്ട്, അവരെയൊക്കെ വിളിച്ചുണർത്തി എൻ്റെ കൂടെ ഒന്ന് ഇരിക്കുന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാകാം. ചിലപ്പോൾ ഇത് കണ്ടിട്ടില്ലേ, നമ്മൾ അവരോടൊക്കെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞു, ഞാൻ ഇത്രയൊക്കെ വേദനിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അവരതൊന്നും മനസ്സിലാക്കണമെന്നില്ല. അവർ ചിലപ്പോൾ കിടന്നുറങ്ങുമായിരിക്കും. ഈ സഹനത്തിൽ പക്ഷെ ഉണർന്നിരിക്കുന്ന ഒരാളുണ്ട്. ഈ ഗത്സമനിൽ നീ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ അപ്പുറത്തൊരു കല്ലേറ് ദൂരം മാറി ഒരു പാറമേൽ മുട്ടുകുത്തി നിന്ന് ഈശോയും നിനക്ക് വേണ്ടി നിൻ്റെ കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയാണ് ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിൽ നീ പങ്കാളിയാകുന്നത്. ഒരു കല്ലേറ് ദൂരം ഈശോയുണ്ട്. ദൂരെ അകലെയൊന്നും അല്ല, ഒന്ന് അടുത്ത് ചെന്നാൽ അവൻ്റെ കൂടെ ആ പീഡകളെ കാണാൻ പറ്റിയാൽ ഈ കുരിശിനെ എടുക്കേണ്ടത് എങ്ങനെയെന്ന് ഈശോ പഠിപ്പിച്ചു തരും. പ്രാർത്ഥിക്കുന്ന കണ്ടില്ലേ ഈശോ ഗത്സമൻ തോട്ടത്തിൽ കിടന്ന്? നമ്മളെയൊക്കെ പോലെ തന്നെയാണ്. എനിക്ക് പറ്റണില്ല, നമ്മുടെ ഒരു നോർമൽ ലാംഗ്വേജിൽ കർത്താവിനോട് നമ്മൾ പറയുന്ന പോലെ എന്നെക്കൊണ്ട് പറ്റണില്ല ഈ പാനപാത്രം ഏറ്റെടുക്കാൻ, പറ്റുമെങ്കിൽ കർത്താവ് ഇതൊന്ന് മാറ്റിത്തായോ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എത്രയോ തവണ കൂട്ടുകാരെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് വീണ്ടും പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മളതൊക്കെയാണ് ചെയ്യുന്നത്. ഓരോ ദിവസവും ദിവ്യബലിയിൽ ബലിപീഠത്തിൻ്റെ മുമ്പിൽ നിന്ന് ചിലപ്പോൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു, കർത്താവേ ഈ രോഗമെന്ന പീഡാസഹനം, ഈ കടമെന്ന പാനപാത്രം, ഈ കുടുംബമെന്ന ഈ ഭാരം, ഈ ഉത്തരവാദിത്വം എന്ന കുരിശ് എല്ലാം എനിക്ക് താങ്ങാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തേക്ക് ചിലതൊക്കെ പോകുന്നുണ്ട്, ഇതൊന്ന് മാറ്റിത്തരാൻ പറയുന്നുണ്ട്. നിങ്ങൾ അനുഭവിച്ചിട്ടില്ലേ, നിങ്ങൾ കണ്ടിട്ടില്ലേ ചില പാനപാത്രം മാറുന്നില്ലാത്തത്? എത്ര പ്രാർത്ഥിച്ചിട്ടും, എത്ര നിയോഗങ്ങൾ സമർപ്പിച്ചിട്ടും, എത്ര ബലിയർപ്പിച്ചിട്ടും ചില പാനപാത്രങ്ങൾ എന്താ മാറാത്തത്? ആ ചോദ്യത്തിനുള്ള ഉത്തരം ഗത്സമൻ തോട്ടത്തിലെ ഈശോ തന്നെയാണ്. ഈ വിശ്വാസ ജീവിതത്തിൽ ഈ വിശ്വാസത്തെ താഴേക്ക് കളയുന്ന ചില പീഡകൾ വരുമ്പോൾ വിശ്വാസം പോകാതെ വീണ്ടും അപ്പാ, പിതാവേ എന്ന് വിളിക്കാൻ ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രാർത്ഥിക്കണം, അപ്പനോട് പ്രാർത്ഥിക്കണം, അപ്പാ എനിക്ക് പറ്റണില്ല എന്ന് പറയണം. ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാണല്ലോ അത് പ്രാർത്ഥിക്കുന്നത്. ഈ കൂട്ടുകാരൊക്കെ ഉറങ്ങാണ്, പക്ഷേ എനിക്ക് കേൾക്കാൻ സ്വർഗത്തിൻ്റെ എവിടെയോ ഒരു അറ്റത്തെങ്കിലും ഇരുന്ന് തന്നെ ഇത് കാണുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റണമെങ്കിൽ ഒരു വലിയ വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ വേണം. ഈശോ അങ്ങനെ ചോദിച്ച് നമ്മുടെ മുമ്പിൽ കാണിച്ചു തരികയാണ്. പക്ഷേ ഉത്തരവൊന്നും കിട്ടുന്നില്ല. ഈ പാനപാത്രം എന്ന് തീരുമെന്നോ, എത്ര കാലം ഇത് കൈ പിടിക്കേണ്ടി വരുമെന്നോ ഒന്നും ഉത്തരം കിട്ടുന്നില്ല. പക്ഷേ അവസാനം ഈ പീഡാസഹനത്തിൻ്റെ ഈ രാവ് മുന്നോട്ട് നീങ്ങുന്ന സമയത്ത് വിശ്വാസത്തിൻ്റെ ആഴത്തിൽ നിന്നുകൊണ്ട് പിതാവിലുള്ള അസാധ്യമായൊരു ട്രസ്റ്റോടുകൂടി ഈശോ പറയുന്നുണ്ട്, ഇത് മാറണമെന്നാണ് എൻ്റെ ആഗ്രഹമെങ്കിലും പിതാവേ, എൻ്റെ ഹിതം പോലെയല്ല, നിൻ്റെ ഇഷ്ടം പോലെ ആയിത്തീരട്ടെ. അമ്മയിൽ നിന്ന് പഠിച്ച ഒരു സുവിശേഷം തന്നെ ആയിരിക്കും അത്. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഇഷ്ടം പോലെ ആവട്ടെ, നടക്കട്ടെ എന്ന് പറയുമ്പോൾ ഒരു ഫിയാത്ത്, ഒരു ആമേൻ, ഒരു വിശ്വാസം മറിയം പ്രഖ്യാപിച്ചതുപോലെ മകനായ ഈശോ മാനുഷികമായ ലെവലിൽ നിന്നുകൊണ്ട് പിതാവിന് മുമ്പിലേക്ക് അതേ ഫിയാത്ത്, അതേ ആമേൻ സമർപ്പിക്കുന്നുണ്ട്. പിതാവേ, എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ. എൻ്റെ ആഗ്രഹം പാനപാത്രം മാറണമെന്നാണ്, പക്ഷെ ഞാൻ കുടിച്ചു തീർക്കാതെ ഇത് മാറില്ല എന്നാണെങ്കിൽ നോട്ട് മൈ വിൽ, ലെറ്റ് യുവർ വിൽ ബി ഡൺ. വിശ്വാസത്തിൻ്റെ ഒരു വലിയ ഒരു വളർച്ചയാണ് അവിടെ നമ്മുടെ മുമ്പിൽ ഒരു ഉദാഹരണമായിട്ട് കാണുക. സഹനം വരുമ്പം വിശ്വാസത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാനല്ല, സഹനം വരുമ്പോൾ ഈശോയെ തള്ളിപ്പറയാനല്ല, സഹനം വരുമ്പോൾ ദൈവം ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല, അതാരെക്കൊണ്ടും പറ്റും. പക്ഷെ സഹനം വരുമ്പോൾ, പാനപാത്രം വരുമ്പോൾ ഇത് പിതാവിൻ്റെ കയ്യിലോട്ട് കൊടുക്കാനും പിതാവ് ഇതൊന്ന് മാറ്റിത്തായോ എന്ന് പ്രാർത്ഥിക്കാനും നിങ്ങളുടെ ഉള്ളൊരു വിശ്വാസം വേണം.
ഇനി ഇത് മാറുന്നില്ല എന്ന് തിരിച്ചറിയുന്ന ഒരു മൊമെൻറ്റിൽ ഇത് ഞാൻ കുടിക്കാതെ ഇത് പോകത്തില്ലെങ്കിൽ ഇത് ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്, നിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറയണമെങ്കിലും നിങ്ങളുടെ ഒരു വിശ്വാസം വേണം. ആ വിശ്വാസത്തെ വളർത്തിയെടുക്കാൻ ഓരോ പീഡാസഹനങ്ങളും നിങ്ങളെ സഹായിക്കും. വെറുതെ വരുന്ന വേദനകളല്ല, വേദനകളെ വെറുതെ കളയുകയുമല്ല, ഈ പീഡകളെ, ഈ വേദനകളെല്ലാം ഈശോയോട് ചേർത്ത് ഏറ്റെടുക്കുമ്പോൾ അതിനെ അതിജീവിക്കാനും പിതാവിൽ വീണ്ടും ആശ്രയിക്കാനും ഈ പാനപാത്രം കുടിച്ചു തീർക്കാനും ഒരു ആത്മശക്തി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശ്വസിക്കുന്ന നമ്മുടെ ഉള്ളിലേക്ക്, ഈശോയോട് ചേർന്ന് വേദനകളെ ഏറ്റെടുക്കുന്ന നമ്മളിലേക്ക് ഒരു കൃപയായി ശക്തിയായിട്ട് നിറയുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് അത് ഒരൊറ്റ കാരണം കൊണ്ടാണ് നമുക്ക് പിടിച്ചു നിൽക്കാൻ, അതിജീവിക്കാനൊക്കെ പറ്റുക. നമുക്കറിയാമല്ലോ ഈ പാനപാത്രം എത്ര വലുതാണ്. നമുക്കറിയാം ഈ പാനപാത്രത്തിൻ്റെ കയ്പ് എത്ര വലുതാണ്. ഈശോ ഗത്സമൻ തോട്ടത്തിൽ വെച്ച് ഇത് ഏറ്റെടുക്കാൻ തയ്യാറാകുന്ന സമയത്ത് മാലാഖമാർ വന്ന് അവനെ ശക്തിപ്പെടുത്തി ശുശ്രൂഷിച്ചു എന്നാണ് നമ്മൾ വായിക്കുക. ഇന്ന് ഇതിപ്പോൾ കേട്ടോണ്ടിരിക്കുമ്പോൾ ഒരു സഹനമുണ്ട്, ഒരു പാനപാത്രം നിൻ്റെ കയ്യിൽ തന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു നിമിഷം ഒന്ന് ഈശോയുടെ മുമ്പിലൊന്ന് സമർപ്പിക്കാമോ? ഇങ്ങനെ പ്രാർത്ഥിക്കണം. ഈശോ, എൻ്റെ അപ്പ, എനിക്ക് ആഗ്രഹമുണ്ട് ഈ പാനപാത്രം മാറണമെന്ന്. ഇല്ല, ഞാൻ കുടിച്ചു തീർക്കാണ്ടത് പറ്റത്തില്ലെങ്കിൽ നോട്ട് മൈ വിൽ, എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം നടക്കട്ടെ. നിങ്ങൾക്കിത് വിശ്വസിക്കാവോ? ഇത് നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാവുന്ന സമയം മുതൽ മാലാഖ വന്ന് നിങ്ങളെ ശക്തിപ്പെടുത്തുകയല്ല, ദൂതൻ വന്ന് നിങ്ങളെ ശുശ്രൂഷിക്കുകയല്ല, ഒരിക്കലും ഈ പാനപാത്രം കുടിച്ചു തീർത്തവൻ ഈ പാനപാത്രം കുടിച്ചു തീർക്കാൻ നിന്നെ സഹായിക്കും. നമുക്ക് ഇന്നത്തെ ഒരു ചിന്തകൾ അവസാനിപ്പിക്കുമ്പോൾ ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ 10-ാമത്തെ അധ്യായം ഒന്ന് എടുക്കാം. എന്നേക്കുമുള്ള ഏകബലിയെക്കുറിച്ച് വചനം നമുക്ക് പറഞ്ഞു തരികയാണ്. ഈശോ സഹിച്ച ഈശോ അതിജീവിച്ച ആ ഒരു പീഡാസഹനത്തെക്കുറിച്ച്, കർത്താവ് തന്നെ സമർപ്പിച്ചതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തരുന്നൊരു സുന്ദരമായൊരു വചനഭാഗമാണ്. അതിൻ്റെ 10-ാമത്തെ അധ്യായത്തിലാണ്. 10-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 32-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുക: നിങ്ങൾ പ്രബുദ്ധരാക്കപ്പെട്ടതിന് ശേഷം കഷ്ടപ്പാടുകളോട് കഠിനമായി പൊരുതി നിന്ന ആ കഴിഞ്ഞ കാലം ഓർക്കണം. എന്നുവെച്ചാൽ ഇതുവരെ നമ്മൾ വേദനയെ കണ്ടതുപോലെ, ഇതുവരെ നമ്മൾ സഹനത്തെ കണ്ടതുപോലെ അല്ല ഇനി കാണേണ്ടത്. നിങ്ങൾ പ്രബുദ്ധരാക്കപ്പെട്ടു. എന്ത് പ്രബോധനമാണ് ലഭിച്ചത്? ക്രിസ്തുവിനോട് കൂടെ സഹിക്കാനുള്ളൊരു പ്രബോധനം നമുക്ക് കിട്ടി. അങ്ങനെയെങ്കിൽ ഇനി എന്നാ ചെയ്യണം? ഇനി കഷ്ടപ്പാടുകൾ വരുമ്പോൾ അതിജീവിച്ചതിനെ ചുമ്മാ ഓർത്തിരുന്നാൽ പോരാ, നിങ്ങളെ ആത്മധൈര്യം തരണം. ഇനി ഈ സഹനങ്ങൾ, ഈ സഹനം മാറിയില്ലെങ്കിലും, ഈ പാനപാത്രം മാറിയില്ലെങ്കിലും എൻ്റെ ആത്മധൈര്യം ചോർന്നു പോകുന്നില്ല. കാരണം ഞാൻ ഈശോയുടെ കൂടെയാണ് എന്നൊരു ബോധ്യം വേണം. ആ ഒരു പ്രബോധനം വേണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ഉള്ളിലേക്ക് നിറയാൻ. 10-ാമത്തെ അധ്യായത്തിൽ 35-ാമത്തെ വാക്യത്തിൽ വചനം ഇങ്ങനെ പറഞ്ഞു തരും: നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്, അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു. ഈ വചനത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് 39-ാം വാക്യം: പിന്മാറി നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നമ്മൾ രക്ഷ പ്രാപിക്കും. ആത്മാവ് രക്ഷപ്പെടും ഈ സഹനത്തിലൂടെ. എങ്ങനെ? വിശ്വസിച്ചാൽ മാത്രം. ആരിൽ വിശ്വസിച്ചാൽ? നിൻ്റെ കൂടെ സഹിക്കാൻ ഒരാളുണ്ട്. ആര്? ഈശോ ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ ആ വിശ്വാസം നിനക്ക് ഈ സഹനത്തിൽ ആത്മരക്ഷ നേടിത്തരും. ഈശോയോട് കൂടെ സഹിക്കുക. വരുന്ന സങ്കടം ചെറുതും വലുതുമാവട്ടെ, വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്ന അനുഭവങ്ങൾ വരട്ടെ, പക്ഷേ ഈ പീഡാസഹനത്തിൽ ഈശോയുടെ കൂടെ ആയിരിക്കും. അങ്ങനെ ഒരു വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ വളർന്നാലുണ്ടല്ലോ, എത്ര സഹനം വന്നാലും ഒരു ദിവസം ഇതൊന്നും നമ്മളെ ബാധിക്കാത്ത, നമ്മുടെ ശിരസ് താണു പോവാത്ത, നമുക്ക് വീണ്ടും ഊർജ്ജസ്വലരായി ഉന്മേഷത്തോടെ ഉണർവോടെ ജീവിക്കാൻ എന്ത് സഹനം വന്നാലും അതിന് മുമ്പിൽ നിൽക്കാൻ പറ്റും. കാരണം ആ സമയം മുതൽ നീ അല്ല സഹിക്കുന്നത്, ക്രിസ്തുവാണ് നിനക്ക് വേണ്ടി സഹിക്കുന്നതെന്ന് നിനക്ക് തിരിച്ചറിയാൻ പറ്റും. ഗലാത്യർ 2:20 വചനം ഇങ്ങനെ പറയുന്നില്ലേ: ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. എന്നുവെച്ചാൽ ഓരോ മൊമെൻറ്റിലും, വരുന്ന ഓരോ സഹനത്തിലും ഞാൻ ഒറ്റയ്ക്കല്ല, ഈശോയുടെ കൂടെയാണെന്ന് തിരിച്ചറിഞ്ഞാൽ ഒരു ദിവസം ഈശോ നിൻ്റെ മുമ്പിൽ കാണിച്ചു തരും: നീയല്ല, ഞാനാണ് നിനക്ക് പകരം ഈ കുരിശെടുത്തിരിക്കുന്നത്, നീ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുക എന്ന് പറഞ്ഞ് ഈശോ നമ്മൾ പോലും കുടിക്കേണ്ട പാനപാത്രം നമുക്ക് വേണ്ടി ഏറ്റെടുക്കും. അതുകൊണ്ടാണ് പൗലോസ് ഗലാത്യർ 2:20 വീണ്ടും തുടർന്നിങ്ങനെ പറയുക: എൻ്റെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിക്കുകയും ചെയ്ത യേശുക്രിസ്തുവിൽ, ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ളൊരു ജീവിതമാണ്. എന്നുവെച്ചാൽ കുഞ്ഞു ജീവിതമാണ്. 10 വയസ്സായോ, 20 വയസ്സായോ, 40, 60, 80 വയസ്സായോ, ഇനിയിപ്പോൾ എത്ര ആയുസ്സുണ്ടെന്ന് അറിഞ്ഞൂടാ. പക്ഷേ ഇനിയുള്ള ഓരോ ദിവസവും എൻ്റെ ഐഹിക ജീവിതം ഇനി എങ്ങനെയായിരിക്കും? എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിക്കുകയും ചെയ്ത ഈശോയിൽ വിശ്വസിച്ചുകൊണ്ട്. കാരണം ഇനി സ്വാതന്ത്ര്യത്തോടെ ജീവിക്കണമെങ്കിൽ ഈ ഭാരം ഏറ്റെടുക്കുന്ന ഒരാളെ നീ തിരിച്ചറിയണം. ഈ പാനപാത്രം നീ ക്രിസ്തുവിനോട് കൂടെ കുടിക്കാൻ തയ്യാറായപ്പോൾ ഇനി ആ പാനപാത്രം നീ കുടിക്കേണ്ട, ഞാൻ തന്നെ കുടിച്ചോളാം എന്ന് പറയുന്ന ഈശോയെ നീ തിരിച്ചറിയണം.
നീ അല്ല ജീവിക്കുന്നത്, ക്രിസ്തു നിനക്ക് പകരം നിന്നിൽ ജീവിക്കുന്നു. ക്രിസ്തു നിനക്ക് പകരം വീഴുന്നു. ക്രിസ്തു നിനക്ക് പകരം കുരിശിൻ്റെ ഭാരമെടുക്കുന്നു. ഈശോ നിനക്ക് പകരം കുരിശിൽ മരിക്കുന്നു. ഹീസ് വിത്ത് യു. കർത്താവിൻ്റെ കാരുണ്യം നിങ്ങളെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ നിങ്ങൾക്ക് ശക്തി നൽകട്ടെ. മറ്റൊന്നും നിങ്ങളെ അറിയിക്കേണ്ടതില്ല. ക്രിസ്തുവിൻ്റെ കുരിശല്ലാതെ മറ്റൊന്നും നിങ്ങൾ അറിയേണ്ടതില്ല. നിങ്ങളുടെ വിശ്വാസം വളരേണ്ടത് ക്രിസ്തു കുരിശിൽ നേടിത്തന്ന ആ രക്ഷയുടെ അടിസ്ഥാനത്തിലാണ്. അവൻ ചിന്തിയ രക്തമാണ് നിങ്ങൾക്ക് ശക്തി നൽകേണ്ടത്. അവൻ നിങ്ങളുടെ പാനപാത്രം ഏറ്റെടുത്ത് കുടിക്കുന്നു. സ്വാതന്ത്ര്യത്തോടെ, സമാധാനത്തോടെ, ആനന്ദത്തോടെ ജീവിക്കുക. ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.